മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വി രാജേഷ് നല്ല ഒന്നൊന്നര മറുപടിയുമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് കമ്മികൾക്ക്, അതായത് വി ശിവൻകുട്ടി, വി കെ പ്രശാന്ത്, ഇവർക്കൊക്കെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തേക്ക് അടങ്ങി ഒതുങ്ങി നടക്കാൻ മാത്രമുള്ളൊരു മറുപടിയുമായിട്ടാണ് വി രാജേഷ് രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്ക് സകലതും മറന്നു, അത്രയ്ക്ക് വിവരം ഈ കമ്മികൾക്കുള്ള. അതുകൊണ്ടാ ഒരു മാസമെങ്കിലും അടങ്ങി ഒതുങ്ങി നടക്കാൻ മാത്രം വി രാജേഷ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞത്. മാത്രമല്ല, സകല പ്രമുഖ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വി രാജേഷ് എടുത്തു പറഞ്ഞിരിക്കുന്നു, ഒരു കോർപ്പറേഷൻ എങ്ങനെ ഭരിക്കണമെന്നൊക്കെ BJP പഠിപ്പിക്കാൻ മാത്രം കമ്മികളൊന്നും വളർന്നിട്ടില്ല എന്നതോ അതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വി ശിവൻകുട്ടി, വി കെ പ്രശാന്ത് ഇങ്ങനെ മാറി മാറി രംഗത്ത് വന്ന് മാലിന്യം എന്തു ചെയ്തു, കുടിവെള്ളം എന്തു ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്. അതിനൊരു ഒന്നൊന്നര മറുപടി കൊടുത്തത് ഒരു ചെറിയൊരു ഭാഗം നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. 45 വർഷം ഭരിച്ച ഒരു സിസ്റ്റമാണ് 3 മാസമായ ഒരു ഭരണസമിതിയെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്നത്. ഒരു ഗവൺമെൻറ് തന്നെ, ഒരു ഗവൺമെൻറ്റും ഒരു മുൻ മേയർ, ഒരു മന്ത്രിയൊക്കെ ഇറങ്ങി നിന്നിട്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ശൈലി അവസാനിപ്പിക്കണം. ഞാൻ വേറെ ചോദിക്കട്ടെ, വിളപ്പിൽശാല പൂട്ടിയതിന് ശേഷം ഓൾട്ടർനേറ്റീവ് പ്രശാന്തിൻ്റെ കാലത്ത് ഉൾപ്പെടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു മാലിന്യ പ്ലാന്റ് കാണിക്കാമോ? നിങ്ങൾ പറയൂ, എവിടെയാണ് മാലിന്യ പ്ലാന്റ്? കോടികൾ മുടക്കിയല്ലോ കിച്ചൺ ബിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. എത്ര കിച്ചൺ ബിൻ തിരുവനന്തപുരം പട്ടണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? 30-35 വർഷം മുമ്പ് മാലിന്യ പ്ലാന്റ് പൂട്ടിയിട്ട് ഇന്ന് വരെ ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലല്ലോ. എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫുഡ് വേസ്റ്റ്? നിങ്ങൾ കേട്ടില്ലേ, കഴിഞ്ഞ 10-35 വർഷമായിട്ടൊരു മാലിന്യ പ്ലാന്റ് പൂട്ടിയിട്ട് ഇന്നേ വരെ ആയിട്ട് അതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തായിരുന്നു ഈ വി കെ പ്രശാന്തും ഈ പറയുന്ന വി ശിവൻകുട്ടിയും പറഞ്ഞത്? ഞങ്ങള് ഭരിച്ച സമയത്ത് ഞങ്ങള് മലമറിച്ചോ, ഇതല്ലായിരുന്നോ നിരന്തരം മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്? കൃത്യമായിട്ട് തെളിവുകൾ എടുത്തുകൊണ്ടാ വി രാജേഷ് ചോദ്യം ഉന്നയിച്ചത്. ഒരു മാലിന്യ പ്ലാന്റ് പൂട്ടിയിട്ട് ഇന്ന് വരെയായിട്ടൊരു ബദൽ സംവിധാനം ഉണ്ടാക്കിയോ? ലക്ഷത്തിലധികം ആളുകൾ ജീവിച്ചു മുന്നോട്ട് പോകുന്ന ഒരു നഗരത്തിൽ, നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഒരു മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? 10-30-40 വർഷക്കാലം തലസ്ഥാന നഗരി ഭരിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോ ലേശം ഉൾപ്പുണ്ടെങ്കിൽ കമ്മികൾ തല താഴ്ത്തി വെച്ച് ഓടണ്ടേ, കണ്ടവൈ ഓടണ്ടേ? ഈ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഈ പറയുന്ന ആളുകൾക്ക് ഇല്ലല്ലോ. അങ്ങനെ ഉളുപ്പുണ്ടെങ്കിൽ ഈ 3 മാസമായിട്ടുള്ളൊരു അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു പാർട്ടി സംവിധാനത്തോട് നിങ്ങൾ എന്തു ചെയ്തു എന്ന് നിരന്തരം ചോദിക്കുമായിരുന്നു. ആ ചോദിച്ചതിന് ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെ എടുത്തു പറഞ്ഞ് നമുക്കൊക്കെ തന്നെ അറിയുന്നതല്ല. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് വളരെ പെട്ടെന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് സകലതും ക്ലീൻ ചെയ്തതൊക്കെ പിന്നീട് പെട്ടെന്ന് നമ്മളൊരു മാലിന്യം കണ്ടു, മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു കൈരളി മുതൽ ഇങ്ങനെ പൊക്കി വരുന്നു. വി ശിവൻകുട്ടി സകലതും ക്ലീനായി എന്ന് പറഞ്ഞെടുത്തുനിന്ന് ചാടി വീണ്. അങ്ങനെയല്ല, അവിടെ ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റിയിൽ, പ്രത്യേക ക്യാമ്പസിൽ മാലിന്യം കണ്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഡയലോഗ് അടിച്ചിട്ടില്ലേ? അതിനും ഒരു ഒന്നൊന്നര മറുപടി തരുന്നുണ്ട്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. അദ്ദേഹം പറഞ്ഞു ആറ്റുകാൽ ക്ലീനിങ് പാളിയത്. എവിടെയാണ് പാളിയത്? അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി പിറ്റേ ദിവസം രാവിലെ എന്തിനാണ് പറഞ്ഞത് കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു എന്ന്? അത് പറഞ്ഞതിന് ശേഷം വാർത്തകൾ വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ കോർപ്പറേഷനെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഭരണസമിതിക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കൂടുമെന്ന്. അതുകൊണ്ടാണല്ലോ പിറ്റേ ദിവസം ക്യാമറയും കൊണ്ടിറങ്ങിയത്. സംസ്കൃത കോളേജിൽ മാലിന്യം മാറ്റാൻ വേണ്ടി ചെന്ന വാഹനങ്ങളെ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ അതിനകത്ത് നിന്നും പറഞ്ഞ് പുറത്തുവിട്ടു. ഇവിടെ വാഹനം കോർപ്പറേഷൻ ഇടാൻ പാടില്ല, ഇവിടുത്തെ മാലിന്യം മാറ്റണ്ട എന്നുള്ള നിലപാടെടുത്തു സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന. ഇങ്ങനെ രാഷ്ട്രീയമായ വിരോധം വെച്ചുകൊണ്ട് ഇങ്ങനെ പെരുമാറാമോ? ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്ത കാര്യമാണിത് ഇപ്പം ഞാൻ പറയുന്നത്. സംസ്കൃത കോളേജിൽ കോർപ്പറേഷൻ്റെ വാഹനം ഇട്ടാൽ ടയർ കുത്തിക്കീറുമെന്ന് പറഞ്ഞു. ഒരു മന്ത്രിയും ഒരു മുൻ മേയറും ഇങ്ങനെയാണ് ആളുകളെ പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് പിറ്റേ ദിവസം ആക്ടിംഗ് സെക്രട്ടറി അവിടെ പോയിട്ട് ആ മാലിന്യം വാരിയിട്ടാണ് പറയുന്നത് കോർപ്പറേഷൻ ചെയ്തില്ല എന്ന്. ഒരു വാഹനത്തെ കത്തിക്കുമെന്നും ടയർ കുത്തിക്കീറുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിട്ടിട്ട് അവിടെ മാലിന്യം ഇടിയിപ്പിച്ച് അതിനെ പോയി മാറ്റുന്നു. ഈ സംസ്കാരം അവസാനിപ്പിക്കണം. പിന്നെ
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിക്കോ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് ഭരണം ഏത് തരത്തിൽ നടത്തണമെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കൃത്യമായിട്ടുള്ള അഡ്വൈസ് തരാൻ ആളുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, വളരെ വ്യക്തമായിട്ട് മേയർ പറയുന്നു. ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കമ്മികള് ക്യാമ്പസിൽ മാലിന്യമെന്ന്. ആ ക്യാമ്പസിലേക്ക് വീണ്ടും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ പോകുമ്പോ അതെടുക്കാൻ പാടില്ല എന്ന് ഭരണപക്ഷത്തെ വിദ്യാർത്ഥി സംഘടന വെല്ലുവിളി ഉയർത്തി രംഗത്ത് വന്നു. ടയർ കുത്തിപ്പൊട്ടേക്കോ മാലിന്യം എടുത്താൽ. അപ്പോ മാലിന്യം എങ്ങനെ പ്രത്യേക സ്ഥലത്തേക്ക് പെട്ടെന്നുണ്ടായി? ശിവൻകുട്ടി ഉൾപ്പെടെ സകലതും ക്ലീൻ ആണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ക്ലീൻ അല്ല എന്ന് പറയുകയും അതേപോലെ തന്നെ പെട്ടെന്ന് ക്യാമ്പസിൽ മാലിന്യം വന്നത് എന്നുള്ളതൊക്കെ തന്നെ സകല മലയാളികൾക്കും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? മറ്റൊന്ന് എടുത്തു പറയുന്നുണ്ട്, BJP രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്ന BJP ഒരു കോർപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും ഏതായാലും ശിവൻകുട്ടിയും VK പ്രശാന്തൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പച്ചക്ക് VV രാജേഷ് അങ്ങ് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് കേരളത്തിലെ ഈ കമ്മി നേതാക്കന്മാർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കൂ. അങ്ങനെയും ഇങ്ങനെയും ഒന്നും VV രാജേഷിനോടൊന്ന് മുട്ടിയിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കില്ല. നേർക്കുനേർ മുട്ടിയിട്ട് VV രാജേഷിനോട് പിടിച്ചു നിൽക്കാൻ കമ്മി നേതാക്കന്മാർക്ക് സാധിക്കില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കി തിരിച്ചറിയുന്ന ദിനങ്ങളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം സകല മലയാളികളും ചിന്തിക്കേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. കഴിഞ്ഞ 10-40 വർഷക്കാലമായിട്ട് കഴിഞ്ഞ ഒരുപാട് ടേം നമ്മുടെ കേരളവും അതേപോലെ തന്നെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനൊക്കെ ഭരിച്ചൊരു സംവിധാനം കേവലം 3 മാസമായിട്ടുള്ള ഒരു ഭരണകൂടത്തോട് മാലിന്യ പ്ലാന്റ് എവിടെ, മാലിന്യം എന്തു ചെയ്യും, അപ്പൊ ഇവരെന്തു ചെയ്തു എന്ന് അന്വേഷിക്കുമ്പല്ലേ ഇത്രയും കാലമായിട്ടൊരു മാലിന്യ പ്ലാന്റ് പോലും ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ സാധിക്കില്ല. വേസ്റ്റ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് പോലും അറിയാത്തൊരവസ്ഥ. ഇത് സകല മലയാളികളും തിരിച്ചറിയണോ? നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഇപ്പോഴും മാലിന്യം, തലസ്ഥാന നഗരിയിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഈ കമ്മികളൊക്കെ ഭരിക്കുന്ന സ്ഥലത്ത് എങ്ങനെയായിരിക്കും? മിക്കവാറും സ്ഥലത്ത് കമ്മികളെ പേടിച്ച് മിണ്ടാതെയും മുന്നോട്ട് പോകുന്ന സാധാരണക്കാരുണ്ട്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ തലസ്ഥാന നഗരയിൽ ഒരു മാലിന്യ പ്ലാന്റ് ഇല്ല, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളില്ല. വാ തുറന്നാൽ നിരന്തരം കള്ളത്തരം പറയും. ഏതായാലും ഈ ജാതിപ്പണി VK പ്രശാന്തിനും ഈ പറയുന്ന ശിവൻകുട്ടിക്കും ഈ ചരിത്രത്തിൽ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ ഉരുളക്കുപ്പേരി പോലെ കൃത്യമായിട്ട് ചുട്ട മറുപടി ഓരോന്ന് പറയുമ്പോ മറുപടിയായിട്ട് ഈ പറയുന്ന VV രാജേഷ് രംഗത്ത് വരിക. ഇത്തരത്തിലുള്ള ലീഡേഴ്സ് BJPക്ക് ഉണ്ടാവുന്നതിലൂടെ കേരളത്തിൽ BJPക്ക് വലിയ നേട്ടമാണ് വരാൻ പോകുന്നത്. ഒരു തർക്കമില്ലാത്ത വിഷയ. ഈ VV രാജേഷ് വിഷയങ്ങൾ ഒരിക്കൽ പോലും അതിര് കടന്ന് ഈ പറയുന്ന ശിവൻകുട്ടിയെയും ഈ പറയുന്ന VK പ്രശാന്തിനെയും ഒരു രീതിയിലും പറയുന്നില്ല. പക്ഷേ നല്ല ഒന്നാന്തര മറുപടിയായിട്ട് വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ അവരുടെ കരണത്തടിച്ചതുപോലെ തന്നെ പറഞ്ഞു മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം ലീഡേഴ്സ് BJPക്ക് വലിയ ഗുണം ചെയ്യും. കേരളത്തില് BJPക്ക് വലിയ വളർച്ച ഇത്തരം ലീഡേഴ്സിലൂടെ ഉണ്ടാവുമെന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഏതായാലും കേരളത്തിൽ തന്നെ BJP നേതാക്കന്മാരെ കൊണ്ട് നല്ല ഒന്നൊന്നര മറുപടി ഇങ്ങനെ ദിനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗതികേടിലേക്ക് കമ്മികൾ എത്തി എന്നുള്ളതും സകലരും തിരിച്ചറിയുക.